പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ പൗലോസ്ലീഹ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ഈ 2 എപ്പിസോഡുകളായിട്ട് ചിന്തിച്ചു പോകുന്നത്. ഇവിടെ പൗലോസ്ലീഹ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആമുഖമായി നമ്മൾ 1-2 കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. പൗലോസ്ലീഹ ജനത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൾ ജനം എങ്ങനെ സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. സുവിശേഷം പറഞ്ഞത് പൗലോസ്ലീഹ തെസ്സലോനിക്ക സഭയിലെ സുവിശേഷം അറിയിച്ചത് എങ്ങനെയെന്നാണ് നമ്മൾ ഒരു എപ്പിസോഡ് വായിക്കുകയുണ്ടായത്. രണ്ടാമതൊരു കാര്യം, പൗലോസ്ലീഹ വചനം പറഞ്ഞപ്പോൾ അവരെങ്ങനെ സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ഒന്നാമത്തെ അധ്യായം തന്നെയാണ് എടുക്കുന്നത്. ഒന്നാം അധ്യായത്തിലെ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് എടുക്കുന്നത്. അവിടെ പൗലോസ്ലീഹ അവരെ അഭിവാദനം ചെയ്തത് എന്തിനാണെന്ന്, അവിടെ അനുസ്മരിച്ചത് എന്തിനാക്കിയെന്നാണ് പറയുക. അവരെ ജനത്തിലുണ്ടായിരുന്ന വിശ്വാസവും പ്രത്യാശയും പ്രയത്നമൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് പൗലോസ്ലീഹ അവരെ അനുസ്മരിപ്പിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് ഒരു അല്പനേരം ധ്യാനിക്കാം. തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും നിങ്ങൾ അനുസ്മരിക്കുന്നു എന്നാണ് വചനം. ഈശോ സ്നേഹമുള്ളവരെ, ഇവിടെ പൗലോസ്ലീഹ ആ ജനത്തോട് പറയുന്ന കാര്യങ്ങളാണ്. അവർക്കുണ്ടായ സവിശേഷതകളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്കുണ്ടായ നമ്മുടെ പിതാവായ ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി ഉണ്ടാകണമെന്ന് അവിടെ പറയുകയാണ്. അന്നത്തെ ആ ജനത്തിനുണ്ടായിരുന്ന പ്രവൃത്തി, സ്നേഹത്തിൻ്റെ പ്രയത്നം ഉണ്ട്. ഒരു ഭാഗത്ത് നിന്ന് നല്ല പ്രയത്നം ഉണ്ടാവുകയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും, ജീവിതത്തിൽ നമുക്ക് വേണ്ട പ്രത്യാശ അത് അനുസ്മരിക്കുന്ന ഭാഗമാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്. കണ്ടോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ 3 കാര്യങ്ങൾ പൗലോസ്ലീഹ നമ്മുടെ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, നമുക്ക് വേണ്ടത് നല്ല പ്രത്യാശ, നല്ല പ്രവൃത്തി ഉണ്ടാവുക, നല്ല പ്രയത്നം ഉണ്ടാവുക നമ്മുടെ ഭാഗത്തുനിന്ന്. ഈശോയെ സ്നേഹമുള്ളവരെ, ഇതിനായി നമുക്ക് ധ്യാനിക്കാം. നല്ല ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.